ഇത് നമ്മളെ കോഴ്സിൻ്റെ 4ാമത്തെ മോഡ്യൂളാണ്. നമ്മുടെ പല ആന്തരിക സിസ്റ്റത്തിൻ്റെ രോഗങ്ങളും റമദാൻ ഫാസ്റ്റിങ്ങും. ഈ മോഡ്യൂൾ കഴിയുമ്പം നമ്മുടെ കിഡ്നിയുടെയും നമ്മുടെ സ്റ്റൊമക്കിൻ നമ്മുടെ ആമാശയത്തിൻ്റെയും ശ്വാസകോശത്തിൻ്റെയും ബ്രെയിൻ്റെയും ഒക്കെ പ്രവർത്തനങ്ങളെ എങ്ങനെയാണ് വ്രതം എഫക്റ്റ് ചെയ്യുന്നത് എന്ന് നിങ്ങൾ പഠിച്ചിരിക്കും. പിന്നെ ആരൊക്കെയാണ് ഈ ഒരു അവസ്ഥയിൽ നോമ്പ് ഒഴിവാക്കേണ്ടത്? നോമ്പ് എടുക്കാൻ അലോ ചെയ്യപ്പെട്ടവർക്ക് എന്തൊക്കെ സ്ട്രാറ്റജീസ് ആണ് സേഫായിട്ട്? അപകടകരമായി കാണുന്ന അവസ്ഥകളുടെ വാർണിംഗ് സൈൻസ് എന്തൊക്കെയാണ്? നമുക്ക് തടയാൻ പറ്റുന്ന എമർജൻസികൾ എങ്ങനെ ഒഴിവാക്കാം? ഇതൊക്കെ നമ്മൾ പഠിക്കും. ലെസൺ 13 വൃക്ക രോഗങ്ങളും വാട്ടർ ബാലൻസും നമ്മുടെ റമദാൻ മാസത്തിൽ. നമുക്കറിയാം, നമ്മളുടെ വൃക്കകൾ എന്ന് പറഞ്ഞാൽ നമ്മളെ ശരീരത്തിൻ്റെ വെള്ളത്തിൻ്റെയും വേസ്റ്റിൻ്റെയും നിയന്ത്രിക്കപ്പെടുന്ന ശാരീരികത്തിലെ ആന്തരികാവയവമാണ്. നമുക്കറിയാം, നോമ്പെടുക്കുന്ന സമയത്ത് നമുക്ക് ജലാംശം അമിതമായി എടുക്കുന്നത് ഫുൾ റെസ്ട്രിക്റ്റ് ചെയ്യപ്പെടുകയാണ്. മൂത്രം കൂടുതൽ കട്ടിയുള്ളതാവുകയാണ്, കോൺസെൻട്രേറ്റഡ് ആവുകയാണ്. വൃക്കയുടെ വർക്ക് ലോഡ് കൂടുതലായിട്ട് ഉണ്ടാവുന്നൊരു സാഹചര്യമാണ്. ഒരു ആരോഗ്യമുള്ള ഒരാളെ സംബന്ധിച്ചുള്ളത് നമുക്ക് മാനേജ് ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷേ വൃക്കരോഗമുള്ളവർക്ക് ഇത് അപകടകരമായി മാറും. ആരാണ് കിഡ്നി പേഷ്യൻസിൽ ഹൈ റിസ്ക് ഉള്ള ആൾക്കാർ? ഒന്ന്, അഡ്വാൻസ്ഡ് ആയിട്ട് കിഡ്നി രോഗം മൂത്ത് പോയ ആൾ, ഡയാലിസിസ് എടുക്കുന്ന ആൾക്കാർ, കിഡ്നി ട്രാൻസ്പ്ലാന്റ് കിട്ടിയ ആൾക്കാർ, ട്രാൻസ്പ്ലാന്റ് ചെയ്യപ്പെട്ടവർ, പിന്നെ ഇൻസ്റ്റെബിലിറ്റി ആയിട്ട് അവർക്ക് ചില ലക്ഷണങ്ങളൊക്കെ ഉള്ളവർ. ഇത്തരം ആൾക്കാർ നോമ്പെടുക്കുന്നത് നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നില്ല. പിന്നെ നോമ്പെടുക്കാൻ ഒരു മോഡറേറ്റ് റിസ്ക് ഉള്ള ആൾക്കാർ ആരൊക്കെയാണ്? കിഡ്നി രോഗങ്ങളുണ്ട്, പക്ഷെ അതിൻ്റെ തുടക്കത്തിലാണ്. പിന്നെ കിഡ്നി കല്ലുള്ള ആൾക്കാർ, അവർക്ക് വേണമെങ്കിൽ നോമ്പെടുക്കാം, പക്ഷെ ഒരു മെഡിക്കൽ സൂപ്പർവിഷനോട് കൂടി ആയിരിക്കണം. എന്തൊക്കെയാണ് വാർണിംഗ് സൈനുകൾ? യൂറിൻ പോകുന്നത് കുറയാം, ഡാർക്കായിട്ടുള്ള മൂത്രം, പിന്നെ വളരെ ശക്തമായിട്ടുള്ള ക്ഷീണം, പിന്നെ നീരുണ്ടാവുക. ഇതെന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നോമ്പ് മുറിക്കേണ്ടതാണ്. നമ്മൾ ആരാധനയ്ക്ക് വേണ്ടി ചെയ്യുന്നൊരു കാര്യം ഒരു കാരണവശാലും നമ്മളുടെ കിഡ്നിക്ക് ഡാമേജ് ഉണ്ടാവുന്നതാവാൻ പാടില്ല.